ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ കുഞ്ഞേന്ന് വിളിക്കുമ്പോൾ, ശങ്കരേട്ടൻ കുഞ്ഞേന്ന് വിളിക്കുമ്പോൾ ശാരി അകത്തു നിന്നും എന്താണെന്നും പറഞ്ഞ് വരികയാണ്. അങ്ങനെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കുന്ന പറയുമ്പോൾ ഇഡലി ദോശ എന്നൊക്കെ ശാരിക പറയുന്നുണ്ട്. പക്ഷെ അന്നേരവും ശാരിക കുടുംബശ്രീയിലോട്ട് തന്നെയാണ് നോക്കുന്നത്. തുടർന്ന് ഇഡലി ആയിക്കോട്ടെ, ഒരു ചായയും കൂടി എടുത്തോന്ന് പറയുമ്പോൾ ശാരിക ആവശ്യമുള്ള ഭക്ഷണം കൊണ്ടുവന്ന് ശങ്കരേട്ടന് കൊടുക്കുന്നുണ്ട്. ശങ്കരേട്ടൻ അത് അവിടെ ഇരുന്ന് കഴിച്ചു തുടങ്ങുകയാണ്. ഈ സമയത്ത് ശാരദാമ്മ ശങ്കരേട്ടൻ കഴിക്കുന്നതും ശാരിക വിളമ്പി കൊടുക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, കുടുംബശ്രീയുടെ അകത്ത് നിന്നുകൊണ്ട്. ഈ സമയത്ത് ബാലേന്ദ്രൻ വരികയാണ്. കുടുംബശ്രീയുടെ മുറ്റത്ത് കാറ് നിർത്തിയ ശേഷം ബാലേന്ദ്രൻ ആദ്യം കുടുംബശ്രീയിലേക്കാണ് നോക്കുന്നത്. പിന്നീട് ഇപ്പുറത്ത് ഹൃദയശ്രീയിലേക്ക് നോക്കുമ്പോൾ ശങ്കരേട്ടൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ട് ബാലചന്ദ്രൻ ആകെ ഇങ്ങ് ദേഷ്യം വരികയാണ്. ബാലചന്ദ്രൻ ഓടിച്ചെന്ന് ശങ്കരേട്ടൻ്റെ പുറകെ നിന്നിട്ട് ഷർട്ടിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചങ്ങ് ഒറ്റ കൈ കൊണ്ടങ്ങ് ശങ്കരേട്ടനെ അങ്ങ് പൊക്കി എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് ശാരികയുടെ ആ പാത്രമൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കാൻ പറയുന്നുണ്ട്. എടുത്ത് വെക്കുമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഒന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ശങ്കരേട്ടനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന ആ കുടുംബശ്രീ വീടിൻ്റെ ആ മുറ്റത്തായിട്ട് തന്നെ നിർത്തുന്നുണ്ട്. എന്നിട്ട് എന്താ ബാലേന്ദ്ര എന്നൊക്കെ ശങ്കരേട്ടൻ ചോദിക്കുന്നുണ്ട്. അന്നേരവും ഇങ്ങോട്ട് വാ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. ബാലേന്ദ്രൻ പിടിച്ചു വലിച്ചുകൊണ്ടാണ് വരുന്നത്. അന്നേരം എൻ്റെ കയ്യിൽ കാശുണ്ട്, ഇതേ കാശ് എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാമ്മ കൊടുത്ത പൈസ ബാലേന്ദ്രൻ ഇങ്ങനെ നീട്ടി കാണിക്കുകയാണ്. അന്നേരം നീ സ്വർണത്തിൻ്റെ നോട്ട് കൊണ്ടുവന്നാലും കുടുംബശ്രീയിലെ ഏലനക്കി പട്ടികൾക്ക് ഹൃദയശ്രീയിൽ ആഹാരം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുത്തെ രഹസ്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി ചോർത്തി കൊടുക്കാനല്ലേ, ആ ഏർപ്പാട് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ശങ്കരേട്ടനെ പിടിച്ചങ്ങ് തറയിലേക്ക് തള്ളുകയാണ്. നന്നായിട്ട് വീഴുന്നുണ്ട് ശങ്കരേട്ടൻ. തുടർന്ന് ആ സമയത്ത് ശാരികയ്ക്ക് പക്ഷേ അത് ആ സീൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ബാലേന്ദ്രൻ ആ ചെയ്യുന്ന പ്രവൃത്തി. തുടർന്ന് ശാരദാമ്മയും രാജിയും ശാന്തയും കുറുപ്പ് സാറും അവിടെ കഴിച്ചുകൊണ്ടിരുന്നതൊക്കെ ഓടി വരികയാണ്. രാജിയും ശാന്തയും കൂടി ചേർന്ന് ശങ്കരേട്ടനെ പിടിച്ചൊക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷവും ബാലേന്ദ്രൻ ശങ്കരേട്ടൻ്റെ ഷർട്ട് ഇങ്ങനെ വീണ്ടും പിടിക്കുന്നുണ്ട്. കണ്ട തെങ്ങ് കയറ്റക്കാർക്കും പന കയറി നടക്കുന്നവർക്കും വിയർത്ത് നാറുന്ന ശവങ്ങൾക്കൊന്നും ഇരിക്കാനുള്ളതല്ല ഹൃദയശ്രീ. അതൊക്കെ അങ്ങ് കുടുംബശ്രീയിൽ അവിടെ വേണ്ടാത്തവരെയൊന്നും ഇങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട് ഇത് കുടുംബശ്രീയുടെ ചവറ്റുകുട്ടയൊന്നുമല്ല. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ആളില്ലെങ്കിൽ ഈ ബാലചന്ദ്രൻ അതങ്ങോട്ട് വെട്ടി മൂടും എന്നൊക്കെ എങ്ങോ വെല്ലുവിളിക്കുകയാണ് പറഞ്ഞ്. പക്ഷെ ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. പക്ഷെ അത് ഇഷ്ടപ്പെടാതെ ശാരിക നിൽക്കുകയാണ്. തുടർന്ന് ശങ്കരേട്ടനെ അങ്ങ് പിടിച്ചങ്ങ് തള്ളുന്നുണ്ട്. അന്നേരം രാജിയും ശാന്തയും കൂടി ചേർന്ന് പിടിക്കുകയാണ്. അന്നേരം എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ ശങ്കരേട്ടൻ പറയുന്നുണ്ട്. തുടർന്ന് ശാരികയാണെങ്കിൽ ബാലേന്ദ്രനെ അങ്ങോട്ട് പിടിച്ച് അപ്പുറത്തോട്ട് മാറ്റിയിട്ട് പറയുന്നുണ്ട്, അത് വേണ്ടായിരുന്നു ബാലേട്ട, രാവിലെ മുതൽ ഒരു ഈച്ച പോലും ഇങ്ങോട്ടത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരാൾ വന്ന് ഭക്ഷണം കഴിച്ചോട്ടെ, അത്രയും ആയല്ലോ. പിന്നെ വിയർത്തൊലിച്ച് ജോലി ചെയ്യുന്നവർ ഇവിടെ വരാൻ പറ്റില്ല എന്ന് ബോർഡ് വയ്ക്കാനും പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ശാരിക പറയുമ്പോൾ ബാലേന്ദ്രൻ ഇഷ്ടപ്പെടുന്നില്ല. ഓഹോ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് തിരിയുകയാണ്. എന്നിട്ട് ശാരദാമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അതിനുശേഷം ബാലേന്ദ്രൻ വണ്ടി എടുത്ത് അങ്ങ് പോകുന്നുണ്ട്, ഒരക്ഷരം തിരിച്ച് പറയാതെ. തുടർന്ന് ശങ്കരേട്ടൻ്റെ ആ നിൽപ്പ് കണ്ടിട്ട് ശാരികയ്ക്കും വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ ശാരിക ഒന്നും പറയാതെ തിരിച്ച് ഹോട്ടലിലേക്ക് പോയെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ്. തുടർന്ന് വാ ശങ്കരേട്ട കുടുംബശ്രീയിൽ നിന്ന് കഴിക്കാമെന്ന് ശാന്ത പറയുമ്പോൾ വേണ്ട ശാന്തയെ, വിശപ്പൊക്കെ പോയി, പിന്നെ ദേഹം മുഴുവൻ മണ്ണും പൊടിയുമൊക്കെ ആയി, ഒന്ന് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയെ ദയനീയമായിട്ടൊന്ന് നോക്കിയിട്ട് ശങ്കരേട്ടൻ അങ്ങ് നടന്നു പോവുകയാണ്. കുടുംബശ്രീയുടെ ഗേറ്റ് കടക്കാൻ നേരം തൻ്റെ പോക്കറ്റിൽ നിന്നും ആ ശാരദാമ്മ കൊടുത്ത 100 രൂപയുടെ നോട്ട് എടുത്ത് ഇങ്ങനെ നിവർത്തി സങ്കടത്തോടെ നോക്കിയിട്ട് തിരിച്ചത് പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. അത് കുറുപ്പ് സാറ് കാണുകയാണ്. പക്ഷേ ശാരദാമ്മയ്ക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. കുറുപ്പ് സാറ് ചെന്ന് ശാരദാമ്മയോട് പറയുന്നുണ്ട്, പാൽപാത്രമായാലും പാമ്പിന്റെ അടുത്തേക്ക് നീക്കി വെക്കുമ്പോൾ സൂക്ഷിക്കണം, അതിന് കൊത്താൻ മാത്രമേ അറിയൂ എന്ന് പറയുമ്പോൾ കുറുപ്പ് സാറേന്ന് ഇങ്ങനെ ശാരദാമ്മ വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ കുറുപ്പ് സാറും അങ്ങ് പോവുകയാണ്. തുടർന്നുള്ള സീൻ സത്യഭാമയുടെ വീടാണ്. അവിടെ ആൻ്റപ്പൻ എത്തിയിട്ടുണ്ട്. പൊന്നിയും രമണം പിള്ളയും ഉണ്ട്. സത്യഭാമ സെറ്റിയിലേക്ക് ഇരിക്കുകയാണ്. ആൻ്റപ്പനും തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്. തുടർന്ന് ഒരു ദിവസത്തെ അവധി എന്ന് പറഞ്ഞിട്ടാണ് പത്രോസ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആൻ്റപ്പന് പൈസ തന്നത്. 1ഉം 2ഉമല്ല 5 കോടി രൂപയാണ് ഞാൻ മറിച്ച് തന്നത്, അതും പാവപ്പെട്ട നിർധന യുവതികളുടെ വിവാഹം നടത്താനായി വെച്ചിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ആൻ്റപ്പൻ പക്ഷേ അഹങ്കാരത്തിലും ദേഷ്യത്തിലൊക്കെ ഇരിക്കുകയാണ്. ഈ 5 കോടി എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, വാങ്ങിച്ച പണം എത്രയാണെന്ന് എനിക്കറിയാമല്ലോ സത്യഭാമ എന്നിങ്ങനെ ഉറക്കനെ പറയുകയാണ്. അന്നേരം അങ്ങനെയാണെങ്കിൽ ആ വാങ്ങിച്ച പണം അങ്ങോട്ട് തിരിച്ചു വെക്കണം എന്ന് പറയുകയാണ്. അന്നേരവും ആൻ്റപ്പൻ പറയുന്നില്ല, എനിക്ക് വാങ്ങിച്ചതൊക്കെ അറിയാം, പിന്നെ നിങ്ങൾ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളല്ലേ, ദിവസത്തിന് പലിശയ്ക്ക് എടുത്തിട്ട് അത് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു തരുന്ന മാർക്കറ്റിലെ കച്ചവടക്കാരുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട, ഞാനൊരു ബിസിനസ്സുകാരനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയ്ക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ആൻ്റപ്പൻ പൈസ വാങ്ങാൻ വരുമ്പോൾ സംസാര രീതിയും ശരീരഭാഷയും ഒന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, കൈകെട്ടി കുനിഞ്ഞു തിന്നു,
ഇരിക്കാൻ പറഞ്ഞിട്ട് പോലും ഇരുന്നില്ല, സത്യഭാമയെന്ന് തികച്ചു പോലും വിളിച്ചില്ല എന്ന് പറയുമ്പോൾ പണം കൊടുത്തിട്ട് ബഹുമാനം വിലയ്ക്ക് വാങ്ങാനായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ സത്യഭാമയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എന്ത് പറഞ്ഞടാ, എഴുന്നേൽക്കടാ എൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞ് സത്യഭാമ ചാടിയങ്ങ് എഴുന്നേൽക്കുകയാണ്. അന്നേരം ആൻ്റപ്പനും കൂടെ എഴുന്നേൽക്കുന്നുണ്ട്. കൈകെട്ടി കുനിഞ്ഞു നിന്ന് പണം വാങ്ങിയിട്ട് ഇപ്പൊ അഹങ്കാരം പറയുന്നോ, നിന്നെ ഞാൻ കളി പഠിപ്പിക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കൈ ചൂണ്ടി സത്യഭാമ സംസാരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു തരുമ്പോൾ ആ ബാധ്യത അങ്ങ് തീരും. ആ ഒരു മര്യാദ, ആവശ്യത്തിന് പണം തന്ന് സഹായിച്ചു എന്നുള്ളൊരു മര്യാദ ഉള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ വന്നത്. പക്ഷേ ഗുണ്ടായുസത്തിൻ്റെ പരിപ്പും കൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ അത് ആൻ്റപ്പൻ്റെ ചട്ടിയിൽ വേവില്ല സത്യഭാമയെന്ന് പറഞ്ഞ് ആൻ്റപ്പനും തിരിച്ചങ്ങ് വെല്ലുവിളിക്കുകയാണ് സത്യഭാമയെ. ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയും കൂടി ജീപ്പിൽ സത്യഭാമയുടെ വീട്ടിലെത്തുന്നുണ്ട്. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ശാലിനിയും ഓടി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, എടോ നിന്നെ പ്രീതിയുടെ അടുത്ത് ചെന്ന് ഇനി കരച്ചിലും പരാതിയുമായിട്ട് നിൽക്കല്ലേ, അവരെ കണ്ടിട്ട് തിരിച്ചിറങ്ങിക്കൊള്ളണമെന്ന്. അന്നേരം ശരി വിഷ്ണുവായിട്ടന്ന് സമ്മതിച്ചുകൊണ്ട് ഇവരകത്തേക്ക് കയറുകയാണ്. ഈ സമയത്ത് ആൻ്റപ്പൻ സത്യഭാമയോട് പറയുന്നുണ്ട്, ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഇനി സത്യഭാമ പണം അങ്ങ് സ്വപ്നത്തിൽ കണ്ടാൽ മതി. ഈ ആൻ്റപ്പൻ്റെ കയ്യിൽ നിന്നും പണം മേടിച്ചെടുക്കാമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചെടുത്തോ സത്യഭാമയെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു ഇങ്ങനെ അകത്തേക്ക് കയറുന്നത്. അന്നേരം നിങ്ങൾ എന്തുവായി പറയുന്നത് എന്നും പറഞ്ഞ് ഭാമ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോഴാണ് ആൻ്റപ്പൻ വാതിൽക്കലേക്ക് നോക്കുന്നത്. അന്നേരം വിഷ്ണുവിനെ കാണുമ്പോൾ ആൻ്റപ്പൻ അങ്ങ് നിർത്തുകയാണ്. വിഷ്ണുവിനെ കണ്ടൊരു ചെറിയ പേടി ആൻ്റപ്പന് തോന്നുന്നുണ്ട്. അന്നേരം ഭാമയും തിരിഞ്ഞു നോക്കുമ്പോൾ വിഷ്ണുവിനെ ശാലിനിയും കാണുന്നുണ്ട്. അന്നേരം അവർ ശാലിനിയാണെങ്കിൽ ഇത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. എന്താ വിഷ്ണുവേട്ടാ ഇതൊക്കെയെന്ന് ഇങ്ങനെ വിഷ്ണുവിനോട് പതിയെ ചോദിക്കുന്നുണ്ട്. അന്നേരം ബിസിനസ് ആകുമ്പോൾ ഇതൊക്കെ പതിവാണ്, താൻ പോയി കണ്ടോന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ഭാമയുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ പ്രീതി ഒന്ന് കാണാൻ എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ ചിരിച്ച് ആയിക്കോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് ആൻ്റപ്പൻ ദേഷ്യത്തോടെ തന്നെ പറയുകയാണ്, അപ്പോൾ സത്യഭാമയെ നമ്മൾ തമ്മിലുള്ള ഇടപാടൊക്കെ അങ്ങ് തീർന്നു എന്ന് കൂട്ടിക്കോന്നു. അന്നേരം ഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്, മുഖമൊക്കെ അങ്ങ് കത്തിച്ചൊലിക്കുകയാണ്. പക്ഷേ ഭാമ ഒന്നും പറയുന്നില്ല. തുടർന്ന് ആൻ്റപ്പൻ അങ്ങ് പോവുകയാണ്. പോകാൻ നേരം വാതിൽക്കൽ നിൽക്കുന്ന വിഷ്ണുവിനെ ഇങ്ങനെ അടിമുടി ആൻ്റപ്പൻ നോക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ദേഷ്യത്തോടു കൂടി അമ്മ ഇങ്ങനെ ഭാമയെന്ന് വിളിച്ചതിലും സത്യഭാമയെന്ന് ഇങ്ങനെ പേരെടുത്ത് വിളിച്ചതിലും ആ വെല്ലുവിളിയും ഒക്കെ ആ ഒരു ദേഷ്യം വിഷ്ണുവിൻ്റെ മുഖത്ത് ആൻ്റപ്പനോടുണ്ട്. പക്ഷേ ആൻ്റപ്പനൊന്ന് നോക്കിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആൻ്റപ്പൻ ഒരു കോൾ വരുന്നുണ്ട്. കാറിൻ്റെ അടുത്ത് ആൻ്റപ്പൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ പുറത്തേക്ക് നോക്കിയിട്ട് അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ഭാമയാണെങ്കിൽ ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വിഷ്ണു ഗൗരവഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ഭാമ ചിരിച്ചുകൊണ്ട് വിഷ്ണു ഒന്നും ചോദിക്കാതെ തന്നെ മുമ്പ് നിൽക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട്, അമ്മ മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു സമൂഹ വിവാഹമുണ്ട്, അതിൻ്റെ ചർച്ചകളാണ്, നീ ഇരിക്ക്, രണ്ടാൾക്കും തിരക്കൊന്നും ഇല്ലല്ലോ, കഴിച്ചിട്ട് പോകാമെന്നൊക്കെ ഭാമ അങ്ങ് വാദോരാതെ സംസാരിക്കുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഭാമയുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ സത്യഭാമയാണെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് നിന്നും രക്ഷപ്പെടാമെന്നോണം അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൻ്റപ്പൻ അവിടെ നിന്ന് ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഞാൻ സത്യഭാമയുടെ വീട്ടിലാണ്, ചെറിയൊരു പ്രശ്നം, അതൊന്നും കാര്യമാക്കണ്ട, ഞാനതങ്ങ് സോൾവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആൻ്റപ്പൻ ഫോൺ വെച്ചിട്ട് അങ്ങ് അകത്തേക്ക് നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനെ നോക്കി ഒരു പുച്ഛിച്ച് ചിരിച്ചിട്ട് ആൻ്റപ്പൻ കാറി കയറി അങ്ങ് പോവുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ അതേ ഗൗരവഭാവത്തിൽ എന്തോ മനസ്സിലങ്ങ് ആലോചിച്ച് കൂട്ടുകയാണ്. പക്ഷേ അതിനെ ആൻ്റപ്പനെ വരട്ടാനോ തല്ലാനോ എന്തെങ്കിലും ആയിരിക്കും. ഇതേസമയം ശാലിനി പ്രീതിയുടെ റൂമിലേക്ക് വരുമ്പോൾ പ്രീതിയാണെങ്കിൽ പ്രീതിയും കുളിച്ച് കുഞ്ഞിനെയും ഒക്കെ കുളിപ്പിച്ച് തലയൊക്കെ തോത്തി കൊടുക്കുകയാണ്. മോൾക്ക് വിശക്കുന്നുണ്ടോ, തലതോത്ത ഓരോ വിശേഷങ്ങളൊക്കെ പ്രീതി കുഞ്ഞിനോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഇത് കണ്ടുകൊണ്ടുവരുന്ന ശാലിനി ഓടി വരികയാണ്, കുഞ്ഞിനെ ഈ സമയത്ത് കുളിപ്പിച്ചോ എന്ന് പറഞ്ഞ്. അന്നേരം ആ കുളിപ്പിച്ച ശാലിനി എന്ന് പറഞ്ഞ് പ്രീതി സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. പക്ഷേ ശാലിനി ആണെങ്കിൽ ഒരു ആകെ ദേഷ്യത്തിലാണ്, കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേ, ഈ നട്ടുച്ചയ്ക്ക് കുളിപ്പിക്കാൻ പാടുണ്ടോ, തല നേരെ തോർത്തിയിട്ടില്ല, അതേ ശരീരത്തെ ജലാംശം വെള്ളം പോലും തോർന്നിട്ടില്ല എന്നും പറഞ്ഞങ്ങ് ആകെ ദേഷ്യവും ബഹളവും ഒക്കെയാണ്. പ്രീതിയോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം അതുകൊണ്ട് പ്രീതി ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശാലിനിയെ തന്നെ ആ ഒരു അമിത സ്വാതന്ത്ര്യത്തിൽ. ഈ സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് സുസ്മിത വാതിൽക്കൽ വരുന്നുണ്ട്. വാതിൽക്കൽ വന്ന് തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ആ രാസ്നാദി ഇങ്ങോട്ട് എടുത്തേന്ന് പ്രീതിയോട് പറയുന്നുണ്ട്. അന്നേരം പ്രീതിക്ക് മനസ്സിലാവാത്ത പോലെ എന്താ അത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം രാസ്നാദി കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് തലയിൽ ഇടുന്ന ഒരു പൊടിയില്ലേ അതെന്ന് പറയുമ്പോൾ അതിവിടെ ഇല്ല എന്നിങ്ങനെ പ്രീതി കൈമലർത്തുകയാണ്. അന്നേരം ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും പോയി കൊണ്ടുപോകാന്ന് പറയുമ്പോൾ പ്രീതി ഒരു നിമിഷം ഇങ്ങനെ സംശയത്തോടെ ശാലിനിയെ നോക്കുകയാണ്. അന്നേരം എവിടെന്നെങ്കിലും പോയി കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഒന്നുകൂടി ശാലിനി ദേഷ്യപ്പെടുമ്പോൾ പ്രീതി ശകലം ഒന്ന് പേടിച്ച പോലെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിൽക്കൽ സുസ്മിത നിൽക്കുകയാണ്. അന്നേരം സുസ്മിതയെ നോക്കുന്നുണ്ട് പ്രീതി. ശാലിനിയെ ആ കുഞ്ഞിനെ അങ്ങ് എടുത്ത് ലാളിക്കുകയും തല തോർത്തുകയൊക്കെ ചെയ്യുന്ന ശാലിനിയെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം പോയി കൊണ്ടുപോവാ പ്രീതി എന്നിങ്ങനെ കളിയാക്കി സുസ്മിതയും പറയുമ്പോൾ പ്രീതി അത് എടുക്കാനായിട്ട് പോകുന്നുണ്ട്.
തുടർന്ന് ശാലിനി അങ്ങ് കുഞ്ഞിനെ കൊഞ്ചിക്കുകയാണ്. അമ്മയുടെ പൊന്നുമോള് കുളിച്ചോ ചക്കരയെ വാവയെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ഉമ്മയൊക്കെ വെക്കുകയാണ്. അന്നേരം ആരാടി അമ്മ, നീ കുറെ അമ്മ കുമ്മ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, കുഞ്ഞിൻ്റെ അമ്മ ദേ ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് പോയില്ലേ പ്രീതി, അവളാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ, അല്ലാതെ ആവശ്യമില്ലാതെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ കുഞ്ഞിൻ്റെ അടുത്ത് നീ അധികാരമൊക്കെ സ്ഥാപിച്ചല്ലോ, അതൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ എന്നിങ്ങനെ സുസ്മിത അങ്ങ് ദേഷ്യത്തോടെ പറയുകയാണ്. അന്നേരം ശാലിനിക്കും ദേഷ്യം വരുന്നുണ്ട്. നിനക്കെന്താടി ഇവിടെ കാര്യമൊന്നും പറഞ്ഞ് തിരിച്ച് ശാലിനിയും ദേഷ്യപ്പെടുകയാണ്. അന്നേരം അതേ അഹങ്കാരത്തോടെ സുസ്മിതയങ്ങ് തിരിച്ചടിക്കുകയാണ്. നീ ഈ ചോദ്യം ചോദിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, അതിനുള്ള ഉത്തരവും എൻ്റെ കയ്യിലുണ്ട്. ഞാനിവിടെ ആരുമല്ല, ഞാനെന്തോ മഹാപരാധം ചെയ്തു എന്ന് നീ നിൻ്റെ ഫാമാൻ്റെയും എല്ലാവരും കൂടെ പറയുന്നല്ലോ, അതിനെന്തോ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഏത് സമയവും ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവാം, അത് തന്നെയാണ് എൻ്റെ ആവശ്യം. എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഒന്നും വേണ്ട, നിൻ്റെ വിഷ്ണുവേട്ടനെ പോലും എനിക്ക് വേണ്ട. ആ ഒരു പാഴ്ജന്മം നീ തന്നെ വെച്ചോ. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ, നീ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ട് നീ ഭാമാൻറ്റിയുടെ സ്വത്ത് കണ്ടിട്ടല്ലേ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. അതിന് തണലായിട്ട് ഈ കുഞ്ഞിനോടുള്ള പുളിച്ച സ്നേഹമെന്നും പറഞ്ഞ നാണമില്ലേടി നിനക്ക്? നിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ ആദ്യമേ സ്വത്ത് കണ്ടിട്ടാണല്ലോ വിഷ്ണുട്ടൻ്റെ കഴുത്തിൽ തൂങ്ങിയത്, പിന്നെ പരിയമ്പുറത്തൊരു കുഴി കുത്തി കാത്തിരുന്നോ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് ആക്ഷേപിച്ച് മോശമായിട്ട് സുസ്മിത സംസാരിക്കുകയാണ്. അന്നേരം ശാലിനിയുടെ ദേഷ്യമൊക്കെ പോകുന്നുണ്ട്, ശാലിനിക്ക് കണ്ണൊക്കെ നിറയുകയാണ്, സങ്കടമൊക്കെ വരുന്നുണ്ട്. ശാലിനി ആ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അങ്ങ് ഇരിക്കുകയാണ്. പിന്നെ നിന്റെ അമ്മ, അവളുടെ ഒരു അമ്മ കുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത അങ്ങൊരു കളിയാക്കും പുച്ഛഭാവമൊക്കെ കാണിച്ചിട്ട് സുസ്മിത റൂമിൽ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് രാജ്നാഥിയുമായിട്ട് പ്രീതി തിരികെ വന്നിട്ട് ശാലിനി രാജ്നാഥിയും പറഞ്ഞ് നീട്ടുകയാണ്. നേരം സങ്കടത്തോടെ ഇരിക്കുന്ന ശാലിനി കുഞ്ഞിനെ അങ്ങ് പ്രീതിയുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് നീ തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്നും പറഞ്ഞ് അങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അന്നേരം കുഞ്ഞിനെ വാങ്ങിയിട്ട് പ്രീതിക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ അവിടെ ഇപ്പോൾ സുസ്മിത ആ പറഞ്ഞത് ഒരു വിധത്തിൽ നല്ലതായും തോന്നുന്നു. പ്രീതിയും ശാലിനിയും തമ്മിൽ തെറ്റില്ലല്ലോ, കൂടുതൽ ബോധ്യപ്പെടുത്തുകയാണല്ലോ ചെയ്തത് ശാലിനി അമ്മയല്ല എന്നുള്ളത്. ഒരു വിധത്തിൽ അത് നന്നായെന്നേ പറയാൻ പറ്റുള്ളൂ. തുടർന്ന് ബാൽക്കണിയിലേക്ക് വരുന്ന ശാലിനിയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് കരയുകയാണ്. ഇത് കണ്ടുകൊണ്ട് പ്രീതി കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട്. അന്നേരം എന്താ ശാലിനിയും ചോദിക്കുമ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് ആവശ്യമില്ലാതെ അധികാരം എടുക്കുകയാണെന്ന് പ്രീതിക്ക് തോന്നുന്നുണ്ടോ എന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. അന്നേരം ആ സുസ്മിതയാണോ ഇതൊക്കെ പറഞ്ഞത്? നീ അതൊന്നും കാര്യമാക്കണ്ട, ഈ കുഞ്ഞ് എൻ്റെ അല്ല നിൻ്റെ തന്നെയാണ്, നീയും ശാരദാമ്മയും ഒക്കെ അല്ലേ ഇവളിപ്പോൾ ഇങ്ങനെ ഇരിക്കാനായിട്ട് കാരണം, നീ എടുത്തോ, എനിക്ക് ഒരു വിരോധവുമില്ല, നിനക്ക് തല്ലാനും കൊല്ലാനും എല്ലാത്തിനുമുള്ള അധികാരമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇവളില്ലാതെ പറ്റുന്നില്ല പ്രീതി എന്നും പറഞ്ഞ് ശാലിനിയും കരയുകയാണ്. അന്നേരം എടുത്തോ എന്നും പറഞ്ഞ് പ്രീതി ആണെങ്കിൽ ശാലിനിയെ അങ്ങ് കുഞ്ഞിനെ കൈകളിലേക്ക് വച്ചു കൊടുക്കുകയാണ്. അന്നേരം കുഞ്ഞിനെ വാങ്ങുന്ന ശാലിനി അതിനെ ഉമ്മ വയ്ക്കുകയും കവളിലും തലയിലും ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അത് കണ്ട് സന്തോഷത്തോടു കൂടി പ്രീതി നിൽക്കുകയാണ്. ആ ശൂർപ്പണയോട് പോകാൻ പറ, എനിക്കുള്ള കുഞ്ഞ് നിൻ്റെയും തന്നെയാണ്, നീ എൻ്റെ സഹോദരിയല്ലേ എന്നും പറഞ്ഞ് പ്രീതിയും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ ആൻ്റപ്പനെ കാണാനായിട്ട് വിഷ്ണു പോകുമായിരിക്കും. പിന്നെ ആ കുടുംബശ്രീയിൽ നിന്നും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയ ബാലചന്ദ്രൻ്റെ പ്ലാൻ എന്താണ് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.